വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. IPL-ൽ ഇന്ന് ശക്തരായ പഞ്ചാബിനെതിരെ ഡൽഹിക്ക് 3 വിക്കറ്റിന്റെ അത്യുജ്വല വിജയം. 11 മത്സരങ്ങൾ പൂർത്തിയാക്കിയ പഞ്ചാബ് ഇപ്പോഴും 13 പോയിന്റോടെ 4ാം സ്ഥാനത്താണ്. അതായത് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ തുടർച്ചയായി പഞ്ചാബ് പരാജയപ്പെടുന്നു. ആദ്യം പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ടീം പിന്നീട് തുടരെ പരാജയത്തോടെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതിദയനീയ കാഴ്ച. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുമ്പ് ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് നൽകേണ്ടത് ഡൽഹിയുടെ 2 ബൗളർമാരായ മാധവ് തിവാരിക്കും ആക്കിബ് നബിദാറിനുമാണ്. 3 വിക്കറ്റിന്റെ വിജയം ഡൽഹി നേടുമ്പോൾ മാധവ് തിവാരിയും ആക്കിബ് നബിദാറുമായിരുന്നു ക്രീസിൽ. ആ 2 ബൗളർമാർ നേടിയ ബൗണ്ടറികൾ നോക്കിയാൽ മതി. 2 ഫോറും 1 സിക്സും അടക്കം 8 പന്തിൽ 18 റൺസാണ് മാധവ് തിവാരി നേടിയത്. പക്ഷേ അയാൾ നേടിയ സിക്സിനേക്കാൾ അയാൾ നേടിയ ഫോറുകൾക്കായിരുന്നു സൗന്ദര്യം കൂടുതലെന്ന് പറയേണ്ടിയിരിക്കുന്നു. 4 ഓവറിൽ വെറും 40 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടുകയും അവസാന ഘട്ടത്തിൽ വന്ന് 8 പന്തുകളിൽ 18 റൺസ് നേടുകയും ചെയ്ത മാധവ് തിവാരി തന്നെയാണ് ഇന്നത്തെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും. പഞ്ചാബിന്റെ ഇന്നിംഗ്സിലുമുണ്ട് ഒരു യുവതാരത്തിന്റെ പ്രകടനം എടുത്തു പറയാൻ. സൂര്യാൻഷ് ഷഡ്ജയുടെ ബാറ്റിംഗ് പ്രകടനം. 8 പന്തുകളിൽ നേടിയത് 21, 2 സിക്സുകളും 2 ഫോറുകളും. അതിൽ 2 സിക്സും 1 ഫോറും നേടുന്നത് സ്റ്റാർക്കിനെതിരെയാണ്. അതും ഏതൊരു സാഹചര്യത്തിലാണ് നേടുന്നത്? സ്റ്റോയിനിസിനെ പുറത്താക്കുന്നു സ്റ്റാർക്ക്. അടുത്ത ബാറ്ററായ ശശാങ്ക് സിംഗ് എത്തുന്നു. ശശാങ്ക് സിംഗിനെയും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ സ്റ്റാർക്ക് പുറത്താക്കുന്നു. ഒരു ഹാട്രിക് വിക്കറ്റിന്റെ ചാൻസ് നിലനിൽക്കുമ്പോൾ ക്രീസിലെത്തുന്നത് ഷഡ്ജെ, യുവതാരം. പക്ഷെ ലെവലേശം ഭയമേതുമില്ലാതെ സ്റ്റാർക്കിന്റെ നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സിലേക്ക് പറത്തിക്കൊണ്ടാണ് അയാൾ തന്റെ കരുത്ത് കാണിച്ചത്. തൊട്ടടുത്ത പന്ത് 4ലേക്ക് പറത്തുന്നു. പിന്നീട് ഒരു ബോൾ ഡോട്ടാവുന്നു. അവസാന പന്തും 6ലേക്ക് പറത്തുന്നു. ആ ഒരു യുവതാരത്തിന്റെ പ്രകടനവും ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒട്ടനവധി നല്ല സുന്ദര നിമിഷങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് പഞ്ചാബ് ഡൽഹി മത്സരം അവസാനിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ എന്ന നിലക്ക് ശ്രേയസ് അയ്യർ പരാജയം തന്നെയായിരുന്നു. കാരണം ചഹാലിനെ പോലത്തെ ഒരു ബൗളറെ ഒരു നിലക്കും ഉപയോഗിച്ചിട്ടില്ല. അതിന് പറയുന്ന ന്യായം അവിടെ ധർമ്മശാലയിൽ പേസ് ബൗളർമാരെ അനുകൂലിക്കുന്ന പിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി ക്യാപ്റ്റൻ അക്സർ പട്ടേലും ഇന്ന് ബൗൾ ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടെന്ന് പറയുന്നു. പക്ഷെ ഡൽഹിക്ക് വേണ്ടി ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ബൗൾ ചെയ്തില്ല, ശരി തന്നെ. പഞ്ചാബിനെ സംബന്ധിച്ച് തന്റെ പേസർമാർ റൺസ് വഴങ്ങിക്കൂട്ടുന്ന സാഹചര്യത്തിൽ ഒരു ഓവറെങ്കിലും ടീം 11-ലുള്ള സ്പിൻ ബൗളർ ചാഹലിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് ആ ഒരു 11-ൽ അയാളെ ഉൾപ്പെടുത്തിയത്? അക്സർ പട്ടേൽ ബൗളിങ്ങിൽ അല്ലെങ്കിൽ ബാറ്റിങ്ങിൽ അയാളുടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ധർമ്മശാലയിലെ പിച്ച് സ്പിന്നിനെ അനുകൂലിക്കില്ല എന്നറിവുണ്ടായിട്ടും പിന്നെന്തിനാണ് വെറും ഒരു ബൗളറായ ചാഹലിനെ നിങ്ങൾ 11-ൽ ഉൾപ്പെടുത്തിയത് എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർക്ക് ചോദിക്കാനുള്ളത്. അത്രയും കഴിവുള്ള ഒരു ബൗളർ ഏത് പിച്ചാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ഉള്ള ചാഹലിനെ പോലത്തെ ഒരു ബൗളർക്ക് ഒരു ഓവർ പോലും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്, പിന്നെ എന്തിന് നിങ്ങൾ അയാളെ 11-ൽ ഉൾപ്പെടുത്തി? അതുകൊണ്ട് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആ ഒരു തീരുമാനത്തിൽ പരാജയം സമ്മതിച്ചേ മതിയാകൂ. സ്റ്റോയിനിസിന് 3 ഓവർ പരീക്ഷിച്ചതിൽ 1 ഓവറെങ്കിലും ചാഹലിനെ കൊടുത്ത് നിങ്ങൾ പരീക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പഞ്ചാബിനെ വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് കരുതുന്നവരാണ് ഏറെയും. 30 പന്തുകളിൽ 56 റൺസ് നേടിയ അക്സർ പട്ടേൽ, അതൊരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്ന് അക്സർ പട്ടേൽ കാഴ്ചവെച്ചത്. 28 പന്തുകളിൽ 4 സിക്സും 3 ഫോറും അടക്കം 51 റൺസ് നേടി വിജയത്തിനടുത്തെത്തിച്ചാണ് ഡേവിഡ് മില്ലർ പുറത്തായത്. 10 പന്തുകളിൽ 24 റൺസുമായി അശുതോഷ് ശർമ്മയും മികച്ചൊരു പ്രകടനം അവസാനത്തിൽ കാഴ്ചവെച്ചു. പക്ഷേ അംഗീകൃത ബാറ്റേഴ്സ് എല്ലാം പുറത്തായിട്ടും വിജയം വിട്ടുകൊടുക്കാതെ പഞ്ചാബിൽ നിന്ന് ആ വിജയം പിടിച്ചെടുത്തത് ആ 2 ബൗളർമാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഇന്നിങ്സിനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതും. ധർമ്മശാലയിൽ നിന്ന് ടോസ് ലഭിച്ച ഡൽഹി പഞ്ചാബിന്റെ ബാറ്റിങ്ങിനെ അയക്കുകയായിരുന്നു. പഞ്ചാബിന് മികച്ചൊരു തുടക്കമാണ് പ്രിയാൻഷ് ആര്യയും പ്രഭ് സിമ്രാൻ സിംഗും നൽകിയത്. 78 റൺസിലെത്തുമ്പോഴാണ് പഞ്ചാബിന് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത്. 33 പന്തുകളിൽ 6 സിക്സും 3 ഫോറും അടക്കം 56 റൺസ് എടുത്താണ് ആര്യ പുറത്തായത്. 36 പന്തുകളിൽ 3 സിക്സും 5 ഫോറും അടക്കം 59 റൺസ് നേടിക്കൊണ്ട് പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും മികച്ച ഒരു ഇന്നിങ്സിലൂടെ ടീമിന് നല്ലൊരു ടോട്ടൽ പടുത്തുയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്ന് തന്നെ വേണം പറയാൻ. IPL-ൽ പ്ലേ ഓഫിലെത്തുന്ന 4 ടീമുകളെ നിശ്ചയിക്കാനും സമയമെടുക്കുകയാണ്. കാരണം ഇന്ന് ഡൽഹി 10 പോയിന്റോടെ കൊൽക്കത്തക്കും മുകളിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് മത്സരിക്കാൻ 8 ടീമുകളായി കഴിഞ്ഞു. മുംബൈ, ലക്നൗ എന്നീ ടീമുകൾക്ക് മാത്രമാണ് ഇനി യാതൊരു സാധ്യതയുമില്ലാത്തത്. അതുകൊണ്ട് തന്നെ IPL അവസാന മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ആവേശം കൂടിക്കൂടി വരികയാണ്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ
കമന്റായി രേഖപ്പെടുത്തുക.